Today, in connection with 7th International Yoga Day, we are conducting an online yoga session. We begin with this session with prayer. I invite Minister for the prayer. शान्तकरं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयकरं सर्वलोकैकनाथम्. Thank you, Minister. Namaste all. Respected Director Bharati Vidya Bhavan Kochi Kendra, Ramakutti sir. Respected Principal Srimati Rema Devi Madam, Vice Principal Srimati Sri Devi Madam, parents, teachers and students. In connection with 7th International Yoga Day, we are conducting an online yoga session. To conduct the session, we have an eminent yoga teacher with us, Srimati Raji Abhilash. Presently, she is working at one of our sister institutions, Bhavan's Anshi Vidyashram, Thiruvanguram. On behalf of Bhavan's Varna Vidyalaya, Trikakara, I welcome Srimati Raji Abhilash to this session. I welcome our most respected Director Ramakutti sir to this session. Thank you, sir, for your presence. I welcome our Principal Srimati Rema Devi Madam to this session. I welcome our Vice Principal Srimati Sri Devi Madam to this session. I also welcome our respected parents to this function. Parents are the supporters of all the activities in the school. I also welcome teachers, students, and all others to participate in this program. Thank you all. Now I invite Srimati Raji Abhilash to start the program. Raji Abhilash. Namaste all. Nale, June 21st, 7th International Yoga Day. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ലൈവ് സെഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷത്തെ ഇന്റർനാഷണൽ യോഗ ഡേയുടെ തീം തന്നെ യോഗ അറ്റ് ഹോം ആൻഡ് യോഗ വിത്ത് ഫാമിലി എന്നാണ്. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ ഡെയിലി റൂട്ടീന്റെ ഭാഗമാക്കേണ്ട കുറച്ച് വാമപ്പ് എക്സസൈസുകളും ബ്രീതിങ് എക്സസൈസുകളും ബേസിക് യോഗാസനാസുമാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. പ്രേയറോട് കൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. Please get straight. Om Sahana Bhavatu Sahanau Bhunaktu Sahaviryam Karavavahai Tejasvinavaditamastu Ma Vidvishavahai. Om Shanti Shanti Shantihi. കണ്ണുകളടച്ച് നോർമൽ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. വളരെ പതിയെ ബ്രീത്തിങ് ചെയ്യുക. സ്ലോലി ബ്രീത്ത് ഔട്ട്. Breathe in. Breathe out.
breathe in, breathe out, slowly open your eyes. First നമ്മൾ ചെയ്യുന്നത് മെഡിറ്റേഷൻ ആണ്. 2 types meditations ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നാഡീശുദ്ധി പ്രാണായാമ, പിന്നെ സെക്ഷുവൽ ബ്രീത്തിങ്. ഇങ്ങനെ 2 ടൈപ്പ് പ്രാണായാമമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. പ്രാണായാമ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് സ്ട്രെസ് റിലീഫ് കിട്ടും നിങ്ങൾക്ക്. ഹൈ ബി.പി ഉള്ളവർക്ക് അത് റെഡ്യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ് പ്രാണായാമ പ്രാക്ടീസ് ചെയ്യുന്നത്. നിങ്ങളുടെ ലെൻസിന്റെ ഫങ്ഷൻസ് കൂടുതൽ ഇംപ്രൂവ് ആകും, ഇമ്മ്യൂൺ സിസ്റ്റം കൂടുതൽ സ്ട്രെങ്ത് ആകും, മെന്റൽ കോൺസെൻട്രേഷൻ നല്ല പോലെ ഇംപ്രൂവ് ആകും. പ്രാണായാമ എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവരും എന്റെ ഒപ്പം ചെയ്തു പോവുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, കംഫർട്ട് ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കാം. കാലുകൾ മടക്കി, യോഗ മാറ്റോ ഷീറ്റോ എന്തെങ്കിലും എടുത്തിട്ട് വെറും തറയിൽ ഇരിക്കാതെ ഷീറ്റിൽ ഇരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല പോലെ നിവർന്നിരിക്കുക. കാലുകൾ മടക്കി കംഫർട്ട് ആയിട്ടുള്ള പോലെ സ്പൈൻ സ്ട്രെയിറ്റ് ആക്കി നല്ല പോലെ നിവർന്നിരിക്കുക. ഫസ്റ്റ് നമ്മൾ സെക്ഷുവൽ ബ്രീത്തിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ അബ്ഡോമിനെ കോൺസെൻട്രേറ്റ് ചെയ്ത്, ചെസ്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത്, ഷോൾഡേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പറയാനുള്ളത്, ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ അബ്ഡോമൻ എക്സ്പാൻഡ് ആകുന്നു. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ അബ്ഡോമൻ എക്സ്പാൻഡ് ആകുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അബ്ഡോമൻ ഉള്ളിലേക്ക് പോകും, ഷ്രിങ്ക് ആകുന്നു. ഓക്കെ, അങ്ങനെ വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. പിന്നെ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നതിന്റെ ബ്രീത്ത് ഇൻ ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കുന്നോ അത്രയും ടൈം തന്നെ വേണം ബ്രീത്ത് ഔട്ട് ചെയ്യാനായിട്ടും. അത് ശ്രദ്ധിച്ച് ചെയ്യാം. ബ്രീത്ത് ഇൻ ചെയ്യുന്നതിന്റെ അതേ സമയം തന്നെ എടുത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. വളരെ പതിയെ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ കൈകൾ അബ്ഡോമനിൽ വെച്ച് അബ്ഡോമൽ ബ്രീത്തിങ് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ അബ്ഡോമൻ എക്സ്പാൻഡ് ആകുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അബ്ഡോമൻ ഷ്രിങ്ക് ആകുന്നു. പ്രാക്ടീസ് ചെയ്യാം. കണ്ണുകൾ അടച്ച് വളരെ പതിയെ ബ്രീത്ത് ഇൻ ചെയ്യുക. ബ്രീത്ത് ഇൻ, slowly breathe out. 5 times practice ചെയ്യുക. Breathe in, breathe out. Breathe in, breathe out. Breathe in, breathe out. നെക്സ്റ്റ് ചെസ്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കൈകൾ ചെസ്റ്റിൽ വെച്ച് ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ ചെസ്റ്റ് എക്സ്പാൻഡ് ആകുന്നതും ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഷ്രിങ്ക് ആകുന്നതും ശ്രദ്ധിക്കുക. കണ്ണുകൾ അടച്ച് വളരെ പതിയെ ബ്രീത്ത് ഇൻ ചെയ്യുക. സ്ലോലി ബ്രീത്ത് ഇൻ, breathe out. Breathe in. Breathe out. Breathe in.
breathe in, breathe out, breathe in, breathe out. Next, shoulders ne concentrate ചെയ്ത് കൈകൾ പതിയെ ഷോൾഡറിൽ വെക്കുക. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ ഷോൾഡർ എക്സ്പാൻഡ് ആകുന്നതും ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഷോൾഡേഴ്സ് പതിയെ ചുരുങ്ങുന്നതും ശ്രദ്ധിക്കുക. ഓക്കെ, വളരെ പതിയെ ബ്രീത്ത് ഇൻ ചെയ്യുക. കണ്ണുകൾ അടച്ച് ബ്രീത്ത് ഇൻ, breathe out, breathe in, breathe out, breathe in, breathe out, breathe in, breathe out, breathe in, breathe out. Okay, ഇപ്പോൾ നമ്മൾ ചെയ്തത് സെക്ഷണൽ ബ്രീതിങ് ആണ്. അബ്ഡോമനെ, ചെസ്റ്റിനെ, ഷോൾഡേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത്, ഇത് അബ്ഡോമനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് 5 ബ്രീത്ത് എടുക്കുക, ചെസ്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് 5 ബ്രീത്ത്, ഷോൾഡേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് 5 ബ്രീത്ത്. വളരെ പതിയെ വേണം ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ നാഡി ശുദ്ധി പ്രാണായാമയാണ് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റ് ബ്രീത്തിങ്. നമ്മൾ നാഡിശുദ്ധി പ്രാണായാമ ചെയ്യാനായിട്ട് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഇതുപോലെ കാണുന്നുണ്ടല്ലോ അല്ലെ, റൈറ്റ് ഹാൻഡ്. റൈറ്റ് നോസിലൂടെ ബ്രീത്ത് എടുത്ത് ലെഫ്റ്റ് നോസിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യണം. ബ്രീത്ത് ഔട്ട് ചെയ്ത സെയിം ലെഫ്റ്റ് നോസിലൂടെ വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്ത് റൈറ്റ് നോസിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യണം. ഇതാണ് ഓൾട്ടർനേറ്റ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ. എങ്ങനെ ചെയ്യേണ്ടതെന്ന് വളരെ പതിയെ ചെയ്യാം. ലെഫ്റ്റ് നോസ് ക്ലോസ് ചെയ്യുക, റൈറ്റ് നോസിലൂടെ പതിയെ റൈറ്റ് നോസിലൂടെ ബ്രീത്ത് ഇൻ ചെയ്യുക. കാണുന്നുണ്ടല്ലോ അല്ലെ, വളരെ പതിയെ നല്ല പോലെ നിവർന്നിരുന്ന് വേണം ചെയ്യാനായിട്ട്. പതിയെ റൈറ്റ് നോസിലൂടെ ബ്രീത്ത് ഇൻ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ലെഫ്റ്റ് നോസ് ഓപ്പൺ ചെയ്ത് വളരെ പതിയെ ലെഫ്റ്റ് നോസിലൂടെ ബ്രീത്ത് ഔട്ട്. സ്ലോലി ബ്രീത്ത് ഇൻ ത്രൂ ലെഫ്റ്റ് നോസ്, ബ്രീത്ത് ഔട്ട് ചെയ്ത് സെയിം ലെഫ്റ്റ് നോസിലൂടെ ബ്രീത്ത് ഇൻ ചെയ്യണം. ക്ലോസ് ചെയ്യുക. റൈറ്റ് നോസ് ഓപ്പൺ ചെയ്ത് റൈറ്റ് നോസിലൂടെ ബ്രീത്ത് ഔട്ട്. ഇപ്പോഴാണ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തത്. ഇതുപോലെ ഒരു 9 റൗണ്ട്സ് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. കുറഞ്ഞൊരു 9 റൗണ്ട് എങ്കിലും പ്രാക്ടീസ് ചെയ്യണം. ഒന്നുകൂടെ ട്രൈ ചെയ്യാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പതിയെ ഇത് നാസിക മുദ്ര എന്ന് പറയും. ഇതുപോലെ റൈറ്റ് ഹാൻഡ്, അതിനുശേഷം ലെഫ്റ്റ് നോസ് ഇതുപോലെ ക്ലോസ് ചെയ്യണം. ലെഫ്റ്റ് നോസ് ക്ലോസ് ചെയ്യുക. റൈറ്റ് നോസിലൂടെ വളരെ പതിയെ ബ്രീത്ത് എടുക്കണം. റൈറ്റ് നോസിലൂടെ വളരെ പതിയെ ബ്രീത്ത് എടുത്ത് റൈറ്റ് നോസ് ക്ലോസ് ചെയ്യുക. ലെഫ്റ്റ് നോസ് ഓപ്പൺ ചെയ്ത് ലെഫ്റ്റ് നോസിലൂടെ ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്ത് സെയിം ലെഫ്റ്റ് നോസിലൂടെ ബ്രീത്ത് ഇൻ. ക്ലോസ് ചെയ്യുക. റൈറ്റ് നോസ് ഓപ്പൺ ചെയ്ത് റൈറ്റ് നോസിലൂടെ ബ്രീത്ത് ഔട്ട്. വീണ്ടും
റൈറ്റ് നോസിലൂടെ ബ്രീത്ത് ഇൻ, ക്ലോസ് ചെയ്യുക. 5 സെക്കൻഡ്സ് ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം പതിയെ ലെഫ്റ്റ് നോസ് ഓപ്പൺ ചെയ്ത് ലെഫ്റ്റ് നോസിലൂടെ ബ്രീത്ത് ഔട്ട്. വീണ്ടും ബ്രീത്തിങ് ത്രൂ ലെഫ്റ്റ് നോസ്, ക്ലോസ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ത്രൂ റൈറ്റ് നോസ്, breathing through right nose. കണ്ണുകൾ അടച്ച് പതിയെ ചെയ്യുക. Breathe out through left nose. Breathing through left nose. Close ചെയ്യുക. Breathe out through right nose. Okay. ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കുട്ടികളെ കൊണ്ട് ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഓക്കെ. യോഗ ചെയ്യാനായിട്ട് നമ്മൾ ഏർലി മോർണിംഗ് ആണ് യോഗ ചെയ്യാൻ ഏറ്റവും നല്ല സമയം. എന്താ വെച്ചാൽ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല ആ ഒരു സമയമാകുമ്പോൾ. അപ്പൊ ഡൈജഷൻ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഇനി ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് വേണം. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഏർലി മോർണിംഗ് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ പ്രാണായാമം ചെയ്യാനായിട്ട് ഇപ്പൊ രാവിലെ സമയം തന്നെ തിരഞ്ഞെടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന ഏത് സമയത്തും ഈ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും അറിയാം ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ പ്രാണായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കൂടുതൽ ഇംപ്രൂവ് ആകും. അതുകൊണ്ട് ഡെയിലി പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് വാമപ്പ് എക്സസൈസ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വാമപ്പ് എക്സസൈസ്, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കുറച്ച് വാമപ്പ് എക്സസൈസുകളാണ് ചെയ്യുന്നത്. കാലുകൾ നീട്ടി വെച്ചിരിക്കുക. നല്ലപോലെ സ്പൈൻ സ്ട്രെയിറ്റ് ആക്കി കാലുകൾ നീട്ടി വെച്ച് നിവർന്നിരിക്കുക. ഓക്കെ. ഫസ്റ്റ് ടോസിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളാണ് ചെയ്യുന്നത്. ടോസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. വളരെ പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ടോസ് പതിയെ ഒന്ന് ബെൻഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ടോസ് പതിയെ ഒന്ന് മടക്കുക. ബ്രീത്തിങ് ചെയ്തുകൊണ്ട് തിരിച്ചു വരിക. Slowly breathe out. Continuous ഒരു 10 times practice ചെയ്യാവുന്നതാണ്. Breathe in. Breathe out. Breathe in. Breathe out. Next, ആംഗിളിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് നല്ല പോലെ ഫ്രണ്ടിലേക്ക് നിങ്ങളുടെ കാൽപാദം ഫ്രണ്ടിലേക്ക് നല്ല പോലെ സ്ട്രെച്ച് ചെയ്യുക. ബ്രീത്ത് എടുത്തുകൊണ്ട് തിരിച്ചു വരിക. ഇതും 10 times പ്രാക്ടീസ് ചെയ്യണം. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. Breathe in. Breathe out. Breathe in. Breathe out. Breathe in. Next, നീക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിവർന്നിരിക്കുക. ഇനി വളരെ പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് കാൽമുട്ടുകൾ മടക്കി വയറിലേക്ക് പ്രസ് ചെയ്യുക. അതിന് നിങ്ങളുടെ കൈകൾ ഇതുപോലെ ഇന്റർലോക്ക് ചെയ്തിട്ട് ഈ തൈസിന് താഴെ ഓക്കെ ഇതുപോലെ പിടിക്കുക. ഓക്കെ. ഇനി വളരെ പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് വയറിലേക്ക് കാലുകൾ മടക്കി വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നല്ല പോലെ സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്യുമ്പോൾ കാല് തറയിൽ ടച്ച് ചെയ്യാതെ
ഫ്ലോറിൽ ടച്ച് ചെയ്യാതെ നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുക. ബ്രീത്ത് എടുത്ത് വീണ്ടും ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുക. ഇത് കണ്ടിന്യൂസ് 5 ടൈംസ് പ്രാക്ടീസ് ചെയ്യാം. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, breathe out, breathe in, breathe out, breathe in. Okay, ഇനി അടുത്ത കാലം സെയിം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. കൈകൾ താഴെ പതിയെ പിടിക്കുക. വളരെ പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് കാൽമുട്ടുകൾ മടക്കി വയറിലേക്ക് പ്രസ് ചെയ്യുക. ബ്രീത്ത് എടുത്ത് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുക. Breathe out, breathe in, breathe out, breathe in. 5 times right legum left legum 5 times practice ചെയ്യണം. Okay, next നമ്മൾ ചെയ്യുന്ന thighsന് വേണ്ടിയിട്ടാണ്. thighsന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് butterfly pose. butterfly pose. കാലുകൾ മടക്കി കൈകൾ ഇതുപോലെ ഇന്റർലോക്ക് ചെയ്യുക. അതിനുശേഷം കാൽവിരലിൽ പിടിച്ച് കാലുകൾ മാക്സിമം ബാക്കിലേക്ക് വലിക്കുക. ഓക്കെ, ഇതാണ്. സ്പൈൻ സ്ട്രെയിറ്റ് ആക്കി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ബോഡി ഫ്രണ്ടിലേക്ക് പോകാൻ പാടില്ല. നല്ല പോലെ നിവർന്നിരിക്കണം. സ്പൈൻ സ്ട്രെയിറ്റ് ആക്കി വെക്കണം. ഓക്കെ, ഇനി കാലുകൾ മാക്സിമം ബാക്കിലേക്ക് വലിക്കുക. ഇനി ബട്ടർഫ്ലൈയുടെ വിങ്സ് എങ്ങനെയാണോ അതുപോലെ ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വളരെ പതിയെ ഷേക്ക് ചെയ്ത് കൊടുക്കുക. നിവർന്നിരുന്നു കൊണ്ട് നിങ്ങളുടെ ബോഡി ഫ്രണ്ടിലേക്ക് പോകാതെ നിവർന്നിരുന്നു കൊണ്ട് മാക്സിമം എത്ര റൗണ്ട്സ് ചെയ്യാൻ പറ്റും, ഒരു 25 റൗണ്ട്സ് ഒക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഇതുപോലെ തൈ മസിൽസ് ഒക്കെ നല്ലപോലെ ലൂസ് ആയി കിട്ടും. ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ നല്ലപോലെ ഫ്ലെക്സിബിലിറ്റി കിട്ടും. ഓക്കെ, ഒരു 25 റൗണ്ട്സ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ഇതാണ് ബട്ടർഫ്ലൈ പോസ്. നെക്സ്റ്റ് ടോസിന് വേണ്ടിയിട്ടുള്ള, ആംഗിൾസിന് വേണ്ടിയിട്ട്, നീക്ക് വേണ്ടിയിട്ട്, തൈസിന് വേണ്ടിയിട്ടുള്ളത് കഴിഞ്ഞു. ഇനി പതിയെ കാലുകൾ മടക്കി നിവർന്നിരുന്നോളൂ. നെക്സ്റ്റ് ഫിംഗേഴ്സിന് വേണ്ടിയിട്ട് വളരെ പതിയെ നിങ്ങളുടെ കൈകൾ പതിയെ മടക്കി, നിങ്ങളുടെ കയ്യിൽ ഒരു ബോൾ ഉണ്ടെന്ന് സങ്കല്പിച്ച് ആ ബോൾ എങ്ങനെ ദൂരേക്ക് എറിയാം, ഇതുപോലെ. ഓക്കെ, പതിയെ മടക്കി നല്ല പോലെ. ഓക്കെ, 2 3 4 5 6 7 8 9 10. Okay, next എൽബോസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് കൈമുട്ടുകൾ പതിയെ മടക്കി വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുക. ബ്രീത്ത് ഔട്ട്, breathe in, breathe out, breathe in, breathe out, breathe in, breathe out. 10 times daily practice ചെയ്യണം. Next ഷോൾഡേഴ്സിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളാണ് നമ്മൾ ചെയ്യുന്നത്. നിവർന്നിരിക്കുക. അതിനുശേഷം കൈകൾ പതിയെ ഷോൾഡറിൽ വെക്കുക. പതിയെ ഷോൾഡർ ഇതുപോലെ കൈമുട്ടുകൾ ചേർത്ത് പിടിക്കുക. വളരെ പതിയെ ബ്രീത്തിങ് ചെയ്തുകൊണ്ട് ജസ്റ്റ് എക്സ്പാൻഡ് ആയി വരുന്ന രീതിയിൽ ഷോൾഡർ നല്ല പോലെ റൊട്ടേറ്റ് ചെയ്യുക. ഇനി ബ്രീത്ത് ഔട്ട് ചെയ്ത് പതിയെ കൈമുട്ടുകൾ ചേർത്ത് കൊണ്ടുവരിക. വീണ്ടും ബ്രീത്തിങ് ചെയ്തുകൊണ്ട് നല്ല പോലെ ബ്രീത്ത് ഇൻ, breathe out. 5 rounds ഒരേ ഡയറക്ഷനിൽ ചെയ്യണം. breathe in,
breathe out, breathe in, breathe out. In opposite direction, same, breathe out, breathe in, breathe out, breathe in, breathe out, breathe in. Okay, 5 rounds clockwise direction, 5 rounds anti-clockwise direction. Okay. ഇപ്പോ നമ്മുടെ ഷോൾഡേഴ്സിനുള്ളത് ചെയ്ത് കഴിഞ്ഞു. ഈ നെക്കിന്റെ എക്സസൈസ് ആണ് നെക്സ്റ്റ് വരുന്നത്, നെക്കിനുള്ളത്. ഓക്കെ, നെക്കിന് നമ്മൾ 4 ടൈപ്സ് എക്സസൈസുകൾ ചെയ്യുന്നുണ്ട്. 4 ടൈപ്പ്. ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ, പിന്നെ സൈഡ് ബെൻഡിങ്, സൈഡ് ട്വിസ്റ്റിംഗ് ആൻഡ് റൊട്ടേഷൻ. എങ്ങനെ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാം. വളരെ പതിയെ നിവർന്നിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കാം കേട്ടോ. കാലുകൾ മടക്കി കംഫർട്ട് ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുക. അതിനുശേഷം പതിയെ ചിൻ ചെസ്റ്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ പതിയെ വയ്ക്കുക. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് വളരെ പതിയെ നെക്ക് മുകളിലേക്ക് ഉയർത്തുക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് വളരെ പതിയെ തിരിച്ചു വരിക. ബ്രീത്ത് ഔട്ട്. കണ്ടിന്യൂസ് 5 ടൈംസ് പ്രാക്ടീസ് ചെയ്യണം. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് വളരെ പതിയെ slowly breathe out. Breathe in. Breathe out. Breathe in. Breathe out. 5 times up and down ചെയ്തു കഴിഞ്ഞാൽ 5 rounds side bending. വളരെ പതിയെ breathe out ചെയ്തുകൊണ്ട് സൈഡിലേക്ക് നിങ്ങൾക്ക് പറ്റുന്ന പോലെ വളരെ പതിയെ പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, പറ്റുന്ന പോലെ പതിയെ നിൽക്കുന്ന സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. ഓക്കെ, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ബ്രീത്ത് എടുത്ത് സ്ട്രേറ്റ് കൊണ്ടുവരിക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് ബ്രീത്ത് ഔട്ട്. വളരെ പതിയെ ചെയ്യണം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Breathe in, breathe out. Breathe in, breathe out. Breathe in, breathe out. Okay, next side twisting ആണ് ചെയ്യുന്നത്. വളരെ പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾ നെക്ക് പതിയെ ഒന്ന് തിരിച്ചു കൊടുക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് സ്ലോലി ബ്രീത്ത് എടുത്തുകൊണ്ട് നെക്ക് സ്ട്രെയിറ്റ് കൊണ്ടുവരണം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വളരെ പതിയെ ലെഫ്റ്റ് സൈഡിലേക്ക് നെക്ക് തിരിച്ചു കൊടുക്കുക. ബ്രീത്ത് എടുത്ത് സ്ട്രെയിറ്റ് കൊണ്ടുവരണം. ബ്രീത്ത് ഇൻ, വീണ്ടും ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡ്. ബ്രീത്ത് ഇൻ ചെയ്ത് നെക്ക് സ്ട്രെയിറ്റ് കൊണ്ടുവരണം. ബ്രീത്ത് ഔട്ട് ലെഫ്റ്റ് സൈഡ്. Breathe in, straight. Breathe out, right side. Breathe in ചെയ്ത് straight കൊണ്ടുവരിക. Up and down, side bending, side twisting എല്ലാം 5 times ചെയ്യണം നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് റൊട്ടേഷൻ ആണ്. ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക. നമ്മൾ റൊട്ടേഷൻ ചെയ്യുമ്പോൾ ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും എങ്ങനെ എടുക്കുന്നതെന്ന്. ഓക്കെ,
വളരെ പതിയെ നമ്മൾ ഒരു ഡയറക്ഷനിലേക്ക്, അതായത് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്കും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുമാണ് ചെയ്യുന്നത്. ഫുൾ റൊട്ടേഷൻ പാടില്ല. നെക്കിന്റെ എക്സസൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വളരെ പതിയെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പിന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, എങ്ങനെയാ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ബ്രീത്തും കറക്റ്റ് ആയി എടുത്തുകൊണ്ട് നമ്മൾ ഒരു ഹാഫ് പോർഷൻ, അതായത് ചെസ്റ്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. വളരെ പതിയെ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ഹാഫ് പോർഷൻ, അതായത് ഒരേ ഡയറക്ഷനിൽ വരുമ്പോൾ ബ്രീത്ത് ഇൻ, വളരെ പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് പതിയെ നെക്ക് താഴ്ത്തി കൊണ്ടുവരിക. ഓക്കെ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ഹാഫ് പോർഷൻ കൊണ്ടുവരിക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് വളരെ പതിയെ നെക്ക് താഴ്ത്തി കൊണ്ടുവരിക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നത്. ഓക്കെ, വളരെ പതിയെ ബ്രീത്ത് എടുത്തുകൊണ്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. ഹാഫ് പോർഷൻ, അതായത് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ഹാഫ് പോർഷൻ, ബ്രീത്ത് ഇൻ. ഇപ്പൊ ബ്രീത്ത് ഇൻ കംപ്ലീറ്റ് ആയി. ഇനി ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് വളരെ പതിയെ നെക്ക് താഴ്ത്തി കൊണ്ടുവരിക. ഓക്കെ, വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ഹാഫ് പോർഷൻ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് വളരെ പതിയെ നെക്ക് താഴ്ത്തി കൊണ്ടുവരണം. ഇപ്പോഴാണ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയത്. ഇതുപോലെ 5 റൗണ്ട്സ് പ്രാക്ടീസ് ചെയ്യണം. ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ഓക്കെ, പതിയെ ചെയ്തോളൂ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് സ്ലോലി ബ്രീത്ത് ഔട്ട്. വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ഹാഫ് പോർഷൻ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് വളരെ പതിയെ നെക്ക് താഴ്ത്തി കൊണ്ടുവരിക. ഓക്കെ, ഇതാണ് നെക്കിന്റെ 4 ടൈപ്സ് എക്സസൈസ്. അപ്പ് ആൻഡ് ഡൗൺ, സൈഡ് ബെൻഡിങ്, സൈഡ് ട്വിസ്റ്റിംഗ് ആൻഡ് റൊട്ടേഷൻ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വാം അപ്പ് എക്സസൈസ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഐക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളാണ്. ഐ. ഓക്കെ, ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അറിയാം, ഇപ്പൊ കുറെ കുട്ടികളാണെങ്കിലും ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിന്റെ ഒക്കെ മുമ്പിലായിരിക്കും കൂടുതൽ ടൈമും. അതുകൊണ്ട് നെക്കിന്റെ എക്സസൈസും ഐയുടെ എക്സസൈസും ഒക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. നെക്ക് പ്രോബ്ലംസ്, ഷോൾഡർ പെയിൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഐയുടെ പ്രോബ്ലംസ് ഒക്കെ വളരെ മാറാനായിട്ട് നിങ്ങൾ ഡെയിലി ഐയുടെ എക്സസൈസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, പതിയെ കണ്ണുകൾ തുറന്ന് വെക്കുക. ഐക്ക് 5 ടൈപ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നുണ്ട്, സൈഡ്, റൈറ്റ്, ലെഫ്റ്റ്, പിന്നെ റൈറ്റ് അപ്പ്, ലെഫ്റ്റ് ഡൗൺ, ലെഫ്റ്റ് അപ്പ്, റൈറ്റ് ഡൗൺ, പിന്നെ ഒന്ന് റൊട്ടേഷൻ. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നല്ലപോലെ കണ്ണുകൾ തുറന്നു വെക്കുക. പതിയെ മുകളിൽ നിന്ന് താഴേക്ക് വളരെ പതിയെ. നിങ്ങളുടെ നെക്ക് അനങ്ങരുത്, കണ്ണുകൾ മാത്രം. നല്ലപോലെ നിവർന്ന് സ്പൈൻ സ്ട്രെയിറ്റ് ആക്കി നല്ലപോലെ നിവർന്നിരിക്കുക. കണ്ണുകൾ തുറന്നു വെച്ചുകൊണ്ട് വളരെ പതിയെ മുകളിൽ നിന്ന് up, down, up, down, up, down. ഇനി റൈറ്റ് ലെഫ്റ്റ് വളരെ പതിയെ, റൈറ്റ് സൈഡ് വളരെ പതിയെ ലെഫ്റ്റ്. വേണമെങ്കിൽ ഇതുപോലെ വളരെ സ്ലോ ആയിട്ട് കൊണ്ടുപോകാൻ വേണമെങ്കിൽ റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് റൈറ്റ് അപ്പ്, ലെഫ്റ്റ് ഡൗൺ. മനസ്സിലായോ? റൈറ്റ് സൈഡ് അപ്പ്, ലെഫ്റ്റ് സൈഡ് ഡൗൺ. വളരെ പതിയെ റൈറ്റ് അപ്പ്, ലെഫ്റ്റ് ഡൗൺ, റൈറ്റ് അപ്പ്, left down, right up, left down. Next, left up, right down. Left side up, right side down. Okay, slowly, right up, left down, right up, left down, right
down, right up, left down. Next ചെയ്യുന്നത് റൊട്ടേഷൻ ആണ്. ക്ലോക്ക്വൈസ് ഡയറക്ഷൻ, ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. രണ്ട് സൈഡിലേക്കും പതിയെ കണ്ണുകൾ തുറന്നു വെച്ച് വളരെ പതിയെ കണ്ണുകൾ കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുന്ന പോലെ സ്ലോ ആയിട്ട് വളരെ പതിയെ ഒരു സർക്കിൾ വരയ്ക്കുന്ന പോലെ കണ്ണ് പതിയെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ട് ഡയറക്ഷനിലേക്കും. ക്ലോക്ക്വൈസ് ഡയറക്ഷൻ, ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. കണ്ണുകൾ തുറന്നു വെച്ചുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മൾ പ്രാണായാമം ചെയ്തു കഴിഞ്ഞു, വാമപ്പ് എക്സസൈസുകൾ ചെയ്തു കഴിഞ്ഞു, നെക്ക് എക്സസൈസ് ചെയ്തു, ഐയുടെ എക്സസൈസുകൾ ചെയ്തു. ഇത്രയും ഏത് ഏജ് ഗ്രൂപ്പിൽ വരുന്നവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു സിറ്റിംഗ് പോസ് ആണ്, ഡയമണ്ട് പോസ്. ഡയമണ്ട് പോസ് ബാക്ക് മസിൽസ് കൂടുതൽ ലൂസ് ആവാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഡൈജഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടും പിന്നെ ഒബേസിറ്റി ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഡയമണ്ട് പോസ്. എങ്ങനെ ഇരിക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് കാലുകൾ നീട്ടി വെച്ച് വെച്ചിരിക്കുക. ഇനി വളരെ പതിയെ വേണം ചെയ്യാനായിട്ട്. ഓരോ കാലുകളായിട്ട് പതിയെ മടക്കി കാലിന്റെ ഹീലില് നിവർന്നിരിക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് കൈകൾ ടൈസിൽ വെച്ച് കണ്ണുകൾ അടച്ച് നോർമൽ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബ്രീത്തിന്റെ കാര്യം പറയുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തരാം. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ അബ്ഡോമൻ എക്സ്പാൻഡ് ആവുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഷ്രിങ്ക് ആവുന്നു. അത് ശ്രദ്ധിക്കണം. നോർമൽ ബ്രീത്ത് ചെയ്യുമ്പോൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഡൈജഷൻ ഒക്കെ വളരെ കറക്റ്റ് ആവാൻ നല്ലതാണ് ഈ ഡയമണ്ട് പോസ് പ്രാക്ടീസ് ചെയ്യുന്നത്. കണ്ണുകൾ അടച്ച് സ്പൈൻ സ്ട്രെയിറ്റ് ആക്കി നോർമൽ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ കൈകൾ നല്ലപോലെ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. കൈകൾ ഇതുപോലെ ഇന്റർലോക്ക് ചെയ്ത് നല്ലപോലെ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്ത് വേണം കൈകൾ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാനായിട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് വളരെ പതിയെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്യുക. ബ്രീത്ത് എടുത്ത് സ്ട്രെയിറ്റ് വരിക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ലെഫ്റ്റിലേക്ക് പതിയെ സ്ട്രെയിറ്റ് റിലാക്സ്. നെക്സ്റ്റ് ശശങ്കാസനയാണ് ചെയ്യുന്നത്. ശശങ്കാസന റാബിറ്റ് പോസ്. റാബിറ്റ് പോസ് ഇതിന്റെ ബെനിഫിറ്റ്സ് പറഞ്ഞാൽ നിങ്ങളുടെ ബാക്ക് മസിൽസ് കൂടുതൽ സ്ട്രോങ് ആവും. കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലംസ് ഉള്ളവർക്ക് അത് മാറിക്കിട്ടും. പിന്നെ അതുമല്ല നിങ്ങളുടെ അഡ്രിനൽ ഗ്ലാൻഡ്സിന്റെ ഫങ്ഷൻസ് കൂടുതൽ ഇംപ്രൂവ് ആകും ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇത് ചെയ്യുന്നതിനായിട്ട് വളരെ പതിയെ കൈകൾ മുകളിലേക്ക് നല്ലപോലെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ബ്രീത്ത് എടുത്ത് കൈകൾ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് സ്ലോലി പതിയെ ഫ്രണ്ടിലേക്ക് വന്ന് നിങ്ങൾക്ക് ഫോർഹെഡ് പതിയെ തറയിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ പതിയെ ഫ്രണ്ടിലേക്ക് കിടക്കുക. ഓക്കെ, പതിയെ നോർമൽ ബ്രീത്തില് അവിടെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. നോർമൽ ബ്രീത്തില് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട്
പതിയെ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് തിരിച്ചു വരിക. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് പതിയെ തിരിച്ചു വരിക. ബ്രീത്ത് ഔട്ട് ചെയ്ത് സ്ലോലി കൈകൾ പതിയെ താഴ്ത്തുക. ഓക്കെ, ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഇതൊരു 5 റൗണ്ട്സ് പ്രാക്ടീസ് ചെയ്യാം. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് വീണ്ടും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് പതിയെ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് പതിയെ തിരിച്ചു വരിക. ബ്രീത്ത് ഇൻ, ഓക്കെ. നെക്സ്റ്റ് നമ്മൾ സ്റ്റാൻഡിംഗ് ആസനാസ് ആണ് നോക്കുന്നത്. പതിയെ ഷീറ്റിൽ എഴുന്നേറ്റ് നിൽക്കുക. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഹാൻഡ്സ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിങ് ആണ് ചെയ്യുന്നത്. ഹാൻഡ്സ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിങ്. ഇത് നമ്മുടെ ബോഡി ഫുൾ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആകുന്നു. നിങ്ങളുടെ അതുപോലെ തന്നെ നമ്മൾ ഇതിനൊപ്പം തന്നെ ചെയ്യുന്നത് താടാസനയാണ്. ഇത് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അതുകൊണ്ട് കുട്ടികൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. പതിയെ ബ്രീത്ത് എടുത്തുകൊണ്ട് കൈകൾ ഫസ്റ്റ് ജസ്റ്റ് ഇതുപോലെ വയ്ക്കാം. ഓക്കെ, അതിനുശേഷം ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് കൈകൾ പതിയെ ഫ്രണ്ടിലേക്ക് നല്ല പോലെ സ്ട്രെച്ച് ചെയ്യുക. നേരെ ഫ്രണ്ടിലേക്ക് ജസ്റ്റ് പാരലലായിട്ട് ഫ്രണ്ടിലേക്ക് നല്ല പോലെ സ്ട്രെച്ച് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നല്ല പോലെ കൈകൾ ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. 5 റൗണ്ട്സ് പ്രാക്ടീസ് ചെയ്യുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് തിരിച്ചു വരിക. ബ്രീത്ത് ഔട്ട്, വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നല്ലപോലെ ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ കൈകൾ ഇതുപോലെ തലയുടെ പുറകിൽ ഇതുപോലെ വയ്ക്കുക. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നേരെ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. നേരെ മുകളിലേക്ക് നല്ല പോലെ സ്ട്രെച്ച് ആവട്ടെ. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നല്ല പോലെ സ്ട്രെച്ച് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരിക സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക്. വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നല്ല പോലെ കൈകൾ സ്ട്രെച്ച് ചെയ്യുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ 5 റൗണ്ട്സ് പ്രാക്ടീസ് ചെയ്യണം. വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നല്ല പോലെ കൈകൾ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് തിരിച്ചു വരിക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ താടാസനയാണ് ചെയ്യുന്നത്. ഇതും ഒരു സ്ട്രെച്ചിങ് ടൈപ്പ് ആണ്, ഒരു ബാലൻസിങ് പോസ് കൂടിയാണ്. കാലുകൾ കുറച്ച് വൈഡ് ആക്കി വെച്ച് നിൽക്കണം. ചിലപ്പോൾ ഇത് ചെയ്യുമ്പോൾ ബാലൻസ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കാലുകൾ കുറച്ച് വൈഡ് ആക്കി വെച്ച് നിൽക്കാൻ പറഞ്ഞത്. കാലുകൾ കുറച്ച് വൈഡ് ആക്കി വെച്ച് നിൽക്കുക. അതിനുശേഷം ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ഫുൾ ബോഡി മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നതിന്റെ ഒപ്പം നിങ്ങളുടെ കാലിന്റെ ഹീലും ഇതുപോലെ, അതായത് ടോസിൽ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കണം. കാലിന്റെ ഹീലും ഒന്ന് ഉയർത്തി കൊടുക്കുക. ഓക്കെ, നല്ല പോലെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കണം. കൈകൾ മുകളിലേക്ക് ഉയർത്തുന്നതിന്റെ ഒപ്പം തന്നെ ബോഡി ഫുൾ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യണം. അതിന്റെ ഒപ്പം തന്നെ കാലിന്റെ ഹീലും ഉയർത്തി കൊടുക്കണം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാം. അവിടെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കേണ്ട. ബ്രീത്ത് ഇൻ ചെയ്ത് മുകളിലെത്തുക. ബ്രീത്ത് ഔട്ട് ചെയ്ത് വളരെ പതിയെ തിരിച്ചു വരിക. ഒരു 5 റൗണ്ട്സ് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം ഹോൾഡ് ചെയ്യാം. പതിയെ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ഫുൾ ബോഡി മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. നല്ല പോലെ കാലിന്റെ ഹീൽ ഉയർത്തി കൊടുക്കുക. ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഹൈറ്റ് ഒക്കെ ഇൻക്രീസ് ആകും. വീണ്ടും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് തിരിച്ചു വരിക. വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നല്ല പോലെ സ്ട്രെച്ച് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് തിരിച്ചു വരിക. ബ്രീത്ത് ഇൻ, ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കൂ. നോർമൽ ബ്രീത്തില് ബ്രീത്ത് ഇന്നും ഔട്ടും ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. അവിടെ ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, ബാലൻസ് പോകില്ല. അപ്പോ ഫ്രണ്ടിലുള്ള ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക.
വളരെ പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് തിരിച്ചു വരിക. ഓക്കെ, ബാലൻസ് പോകാതിരിക്കാനായിട്ട് നിങ്ങൾ ഫ്രണ്ടിലുള്ള ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ കാലിന്റെ ഹീൽ ഉയർത്തി നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റും. ഓക്കെ, ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക. ശ്രദ്ധ പോകുമ്പോഴാണ് ചിലപ്പോൾ ബാലൻസ് പോകുന്നത്. ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നാൽ മതി. ഇനി ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് ഒരു ബാക്ക് ബെൻഡും ഒരു ഫ്രണ്ട് ബെൻഡും ആണ് നമ്മൾ ചെയ്യുന്നത്. പാദഹസ്താസന. വളരെ പതിയെ ബ്രീത്ത് എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. പതിയെ കാലുകൾ വേണമെങ്കിൽ ഒന്ന് വൈഡാക്കി വെച്ച് കൊടുത്തോളൂ. എന്നിട്ട് പതിയെ ബോഡി ഒന്ന് ബാക്കിലേക്ക് കൊണ്ടുപോവുക. പതിയെ നിങ്ങളുടെ ബട്ടൺ പതിയെ ഒന്ന് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്താൽ മതി. പതിയെ ബാക്കിലേക്ക് പോയി ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് വളരെ പതിയെ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് പതിയെ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുക. നിങ്ങളുടെ ബോഡി എത്ര ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും അത്രയും കൊണ്ടുവരിക. വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് മുകളിലേക്ക് ബാക്കിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്യുക. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് സ്ലോലി ബ്രീത്ത് ഔട്ട്. Breathe in. Diabetic patients ഒക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് ഇത്. Breathe out. Breathe in. Breathe out. ബ്രീത്ത് എടുത്ത് തിരിച്ചു വരിക. ഓക്കെ, ഒരു 1 വീക്ക് കാല് വൈഡാക്കി വെച്ച് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം പിന്നെ കാലുകൾ ചേർത്ത് വെച്ച് ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം. ബ്രീത്ത് ഔട്ട് ചെയ്ത് വേണം ബോഡി ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനായിട്ട്. പതിയെ ബ്രീത്ത് എടുത്ത് തിരിച്ചു വരണം. ഓക്കെ, നെക്സ്റ്റ് നമ്മള് ഒരു സൈഡ് ബെൻഡ് ആണ് ചെയ്യുന്നത്. ത്രികോണാസന. സ്ട്രെസ് ഒക്കെ റെഡ്യൂസ് ആകും ഇത് ചെയ്യുന്നത് കൊണ്ട്. അത് മാത്രമല്ല നമ്മുടെ അബ്ഡോമിനൽ ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ത്രികോണാസന പ്രാക്ടീസ് ചെയ്യുന്നു. എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നേ? കാലുകൾ പതിയെ വൈഡാക്കി വെക്കുക. ഓക്കെ, കാലുകൾ വൈഡാക്കി വെച്ച് ഫസ്റ്റ് നമ്മൾ റൈറ്റ് സൈഡ് ആണ് ചെയ്യുന്നത്. റൈറ്റിലേക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ റൈറ്റ് ഫുട്ട് ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പതിയെ ഒന്ന് ചെരിച്ചു വെച്ച് കൊടുക്കാം. പതിയെ ബ്രീത്ത് എടുത്തുകൊണ്ട് കൈകൾ നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് പതിയെ സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് വളരെ പതിയെ ബോഡി ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ പോകരുത്. സൈഡിലൂടെ മാത്രം ബെൻഡ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ പതിയെ ബെൻഡ് ചെയ്യുക. നോർമൽ ബ്രീത്തില് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നവർ നോർമൽ ബ്രീത്തിൽ ഹോൾഡ് ചെയ്യാം. പതിയെ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് തിരിച്ചു വരിക. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് തിരിച്ചു വരിക. സെയിം ലെഫ്റ്റ് സൈഡിലേക്കും ലെഫ്റ്റ് ഫുട്ട് പതിയെ ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കുക. പതിയെ ലെഫ്റ്റ് സൈഡിലേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് പതിയെ ലെഫ്റ്റിലേക്ക് ബെൻഡ് ചെയ്യുക. വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് തിരിച്ചു വരിക. വീണ്ടും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ്. ഇതൊരു 5 റൗണ്ട്സ് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കുറച്ച് ആസനാസും ആണ് ഇന്നിവിടെ ചെയ്തത്. അതിനോടൊപ്പം തന്നെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തു, കുറച്ച് വാമപ്പ് എക്സസൈസ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണോ? ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. അവരെ എൻകറേജ് ചെയ്തെങ്കിൽ മാത്രമേ അവർ ചെയ്യുള്ളൂ. ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ കുട്ടികളുടെ അടുത്ത് പറയണം. ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ മുടക്കാതെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. Respected Director, Bharatiya Vidya Bhavan Kochi Kendra, Ramankutty Sir, Principal Ramadevi Madam, Vice Principal Sridevi Madam, teachers, parents, and students. We have just concluded a wonderful yoga session. I am sure that this session will inspire you to start and continue your daily yoga practice. In this occasion, I wish to extend our sincere gratitude to our yoga teacher, Raji Abhilash, for her wonderful efforts.
Thank you, Rajesh. Mr. Ramakutti sir is the pillar of all the activities of Bharatiya Vidya Bhavan Kochi Kendra. On behalf of all the staff, parents and students of Varuna Vidyalaya, I sincerely extend our gratitude to Ramakutti sir. Thank you, sir, for your valuable presence. I also extend our sincere gratitude to our principal, Srimati Ramadevi Madam, for her valuable suggestions and support to make this program happen. I also extend our sincere gratitude to Vice Principal, Srimati Sridevi Madam. Thank you, ma'am. I also extend our gratitude to parents, students, and teachers, and all others participated in this session. Thank you all.